മംഗലാംകുന്ന് ചെട്ടിയാന്മാരുടെ കയ്യിലെത്തുമ്പോൾ തന്നെ അയ്യപ്പനെന്ന ഈ പഴയ മോട്ടി ശങ്കരന് ഏതാണ്ട് 10-25 വയസ്സുണ്ടായിരുന്നു. അതിനാൽ ഗജലക്ഷണശാസ്ത്രപ്രകാരം വീണെടുത്ത കൊമ്പുകളായി മാറ്റിയെടുക്കാൻ കഴിഞ്ഞതുമില്ല. പക്ഷേ വീണെടുത്തതായാലെന്ത്, വീണെടുത്തതല്ലെങ്കിലെന്ത്, ഈ നിൽക്കുന്ന നിൽപ്പിൽ അയ്യപ്പനെ അങ്ങോട്ട് പിടിച്ചു കൊടുത്താൽ വേണമെങ്കിൽ 50 ലക്ഷം വരെ എണ്ണിക്കൊടുക്കാനും ആനക്കമ്പക്കാർ തയ്യാർ. പക്ഷേ 15 വർഷങ്ങൾക്കപ്പുറം സോൺപൂർ മേളയിലെ ആനക്കച്ചവടത്തിനെത്തിയ മംഗലാംകുന്ന് സഹോദരങ്ങളുടെ കണ്ണുകളിലേക്കും കൈകളിലേക്കും യാതൊരു നാടകീയതയും പിടിവലികളും ഒന്നുമില്ലാതെയാണ് ഈ ആന വന്നു ചേരുന്നത്. സോൺപൂർ മേളയിലേക്ക് കേരളത്തിൽ നിന്നുള്ള ആനക്കച്ചവടക്കാർ ഇരച്ചു കയറി വില കുതിച്ചു കയറ്റാൻ തുടങ്ങുന്നതിൻ്റെ ആരംഭകാലം. മേളയ്ക്കെത്തിയ ആനകളിൽ തണ്ടും തടിയും ഉയരപ്പെരുമയുമുള്ള ഗജകിങ്കരന്മാർക്ക് ചുറ്റും കച്ചവടക്കാർ വാശിക്ക് വാശി വിലകൾ പറവർത്തിക്കൊണ്ടിരിക്കുന്നതിനിടെ ആ കളിക്ക് നിൽക്കേണ്ടെന്ന് പരമേശ്വര ചെട്ടിയാർ ഉറപ്പിക്കുന്നു. പിന്നെന്തായാലും കഷ്ടപ്പെട്ട് ഇത്രയും വന്നതല്ലേ, തെറ്റ് പറയാത്ത ഇടത്തര ഒരെണ്ണത്തിന് വാങ്ങി സ്ഥലം കഴിച്ചിലാക്കാമെന്ന് വയ്ക്കുമ്പോഴാണ് നമ്മുടെ കഥാനായകൻ്റെ ഒരു അഭ്യാസ പ്രകടനം. ചക്ക ചുരന്നു നോക്കുന്നത് പോലെ തൊട്ടും പിടിച്ചും വില പറയാനെത്തിയ ഒരു ഉസ്താദിന് നേരെ ഒരു ആക്രോശം. കാട്ടിൽ നിന്ന് പോന്നിട്ടും കണ്ണുകളിൽ ബാക്കി കിടക്കുന്ന വന്യതയും ചെറഞ്ഞുള്ള നോട്ടവുമായി നിൽക്കുന്ന ആ ആന ചെറുപ്പക്കാരനെ ചെട്ടിയാർക്കെന്തോ വല്ലാതങ്ങ് ബോധിച്ചു. കിടക്കട്ടെ ഒരു തുക ലിസിലും എന്ന പരസ്യവാചകം പോലെ പേശി പറഞ്ഞുറപ്പിച്ച വിലയും കൊടുത്ത് ആനയെയും കൊണ്ട് പോരുമ്പോൾ അവൻ്റെ ഉയരം വെറും 9.25 അടി മാത്രം. അവിടെ ആനയ്ക്ക് വില പറയുമ്പോഴും പണം എണ്ണിക്കൊടുക്കുമ്പോഴുമെല്ലാം ആനക്കാരനും ഒപ്പമിരിക്കും. ഒടുവിൽ കച്ചവടം ഉറപ്പിച്ച് ആനയെ വണ്ടിയിൽ കയറ്റി കഴിഞ്ഞ ശേഷമേ അവർ രംഗത്തു നിന്നും പിന്മാറുകയുള്ളൂ. അയ്യപ്പൻ എന്ന മോട്ടി ശിങ്കാറിനെ വണ്ടിയിൽ കയറ്റി വിടുന്ന നേരം അവൻ്റെ പാപ്പാൻ ജാവേദ് ഓർമ്മിപ്പിച്ചു, ഇവൻ്റെ അടുത്ത് എല്ലാവരും കൂടി കളിക്കാൻ നിൽക്കരുത്, ഒരാൾ മാത്രം, അതാണ് ഇവൻ്റെ ചട്ടം. പിന്നെ നമ്മളിതെത്ര കണ്ടിരിക്കുന്നു എന്ന മട്ടിൽ ചെട്ടിയാർ ആനയെയും കൊണ്ട് പോരുകയും ചെയ്തു. സത്യത്തിൽ ആ കച്ചവടത്തിൽ എണ്ണം തികയ്ക്കാൻ ഒരെണ്ണം കൂടി എന്നതിൽ കവിഞ്ഞ വലിയ പ്രതീക്ഷയും പ്രസക്തിയും ഒന്നും ഉണ്ടായിരുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. പക്ഷെ ചോദിച്ചാൽ മംഗലാംകുന്നുകാർ അക്കാര്യം പെട്ടെന്നൊന്നും സമ്മതിച്ചു തന്നെന്ന് വരില്ല. ഈ ആന മേടിച്ചിട്ട് ഇപ്പോൾ 15 കൊല്ലമെന്നല്ലേ പറയും? അതെ, 92. ഇപ്പം ഇത് മേടിക്കുമ്പോൾ ആന അങ്ങനെ പിന്നെ കയമായിട്ട് വളരുന്നുള്ളതിനെ പറ്റിയിട്ട് വല്ല ധാരണയൊക്കെ ഉണ്ടാവും? അന്നുണ്ടായിരുന്നു. കാരണം അന്ന് പ്രായം കമ്മിയായിരുന്നു അന്ന് വാങ്ങുമ്പോൾ. പ്രായം കമ്മിയായിട്ടുള്ള പല ആനകളും പിന്നീട് അത്ര വളരാറില്ലല്ലോ. അല്ല, അതില്ല. പക്ഷെ എങ്കിലും മൊത്തത്തിൽ നോക്കുമ്പോൾ നമുക്ക് അങ്ങനെ ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. ഇതിപ്പോൾ ഒരു 40 വയസ്സ്. 40ൻ്റെ താഴെ, 35 to 40. വലിയ കയമായിട്ടൊന്നും വളരാനുള്ളതായ ഒരു 3-4 സെന്റിമീറ്ററും കൂടി വളരുന്നതിന്. ഇയാൾക്ക് എന്താ പഠിക്കണേ? ഓർക്കണം. ആനയായിട്ട് താല്പര്യമൊക്കെ ഉണ്ടോ? എന്താ സബ്ജക്റ്റ്? കൊമേഴ്സ്. ഇനിയിപ്പോൾ ആനയെ പറ്റിയിട്ടുള്ള എന്താ ഇതിനെ പറ്റി എൻ്റെ ഒരു അഭിപ്രായം? അച്ഛൻ്റെ അല്ല, നിങ്ങളുടെ അഭിപ്രായം? തുടരാൻ ബിസിനസ് അല്ല വയ്ക്കണേ. ആന എന്നുള്ള ഈ സാധനത്തിനെ പറ്റിയിട്ട്, ഈ അയ്യപ്പനെ പറ്റിയിട്ട് എന്താ ധാരണ? അതിന് മുമ്പ് തന്നെ കണ്ടിട്ടില്ല, കുട്ടികൾ കണ്ടിട്ടില്ലേ? അത് പെട്ടെന്ന് തന്നെ വളർന്നു. 10-15 കൊല്ലം കൊണ്ട് ഇത്തിരി ഉറക്കെ പറയണം. ഈ 15 കൊല്ലം കൊണ്ട് അത് കുറച്ചും കൂടി ഒക്കെ വളരും. ഇനിയിപ്പോൾ വലുതാവുമോ? പിന്നെ 40 വയസ്സായിട്ട് ഒരു മനുഷ്യന് വളർന്നിട്ടില്ല. 40 വയസ്സായിട്ട് ആന എങ്ങനെ വളർന്നു? അത് മോഹല്ലേ? വളരോ? അത് പറയാം.